നമസ്കാരം, ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈസ്റ്റർ. എന്നാൽ ഈ ഈസ്റ്റർ ദിനത്തിൽ വളരെ ദുഃഖകരമായ വാർത്തയാണ് കോട്ടയത്ത് നിന്ന് പുറത്തു വന്നത്. ഇന്ന് രാവിലെ 10:30 കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം തോട്ടത്തിൽ സ്റ്റോഴ്സിൽ വൻ തീപിടുത്തമുണ്ടായി. തീപിടുത്തത്തിൽ കടയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും കത്തി നശിച്ചു. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെ കൃത്യമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കണ്ടു നിന്നവർക്ക് തന്നെ അറിയാം അതിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളമായിരുന്നു. കോട്ടയത്ത് തന്നെ 8 യൂണിറ്റുകളോളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ട് എന്നിട്ട് പോലും അവർക്ക് തീയണയ്ക്കാൻ പാടുപെടുന്ന കാഴ്ചകളായിരുന്നു നമുക്ക് കണ്ടത്. വലിയൊരു നാടിനെ നടക്കിയ ദുരന്തത്തിലേക്ക് പോകേണ്ട അപകടത്തെ പിടിച്ചു നിർത്താൻ നാട്ടുകാരും പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കൂടെ നിന്ന് സഹായിച്ചു എന്ന് തന്നെ പറയാം. കോട്ടയത്തെ തോട്ടത്തിൽ സ്റ്റോഴ്സ് എന്ന കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. കട പൂർണ്ണമായും കത്തി നശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് കടയിൽ ഉണ്ടായത്. വലിയൊരു ദുരന്തമാണ് കോട്ടയത്ത് നിന്ന് ഒഴിവായത്. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ടും കടകൾ തുറന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ടും ആളുകൾ തീരെ കുറവായതുകൊണ്ടും വലിയൊരു അപകടമാണ് ഒഴിവായത്. സ്ഥലത്ത് മന്ത്രി VN വാസവനും MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ സന്ദർശിച്ചു. സംഭവ സ്ഥലത്ത് സന്ദർശിക്കുകയും മറ്റ് വിശദാംശങ്ങൾ അവരുമായി ജനങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.